പ്രൈസ് ദി ലോർഡ്. ഒരു വചനം നിങ്ങളോട് ഷെയർ ചെയ്ത് ദൈവസ്മരിപ്പാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിലെ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവൻ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവാം ദൈവം പുത്രനെ ലോകത്ത് അയച്ചത് ഇരുട്ടിക്കിടക്കുന്നവരെ വെളിച്ചത്തിൽ കൊണ്ടുവരുവാനത്രേ. ഈ ലോകത്തിൽ ഒത്തിരി സ്നേഹങ്ങളുണ്ട്. മനുഷ്യർ സ്നേഹിക്കും, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ തള്ളിപ്പറയും. എന്നാൽ തള്ളിക്കളയാത്ത മാർവോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പനുണ്ട്. അവൻ്റെ പേരെത്ര? യേശു ക്രിസ്തു. നീ യേശുവിനെ പൂർണ്ണമായി സ്നേഹിക്കുകയും അവൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നിന്നിച്ചവരുടെ നടുവിൽ പരിഹസിച്ച നടുവിൽ ദൈവം നിന്നെ മാനിക്കും. തൻ്റെ ഏകജാതന പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. ആ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്നൊരു വിടുതൽ തരുവാൻ, ഈ അന്ധകാരത്തിൽ നിന്നൊരു ഒരു മോചനം തരുവാൻ നീ പൂർണ്ണമായി യേശുവിനെ വിശ്വസിക്കുമെങ്കിൽ നിന്നിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. താമെ തല ഉയർത്തുവാൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. എവിടെയാണ് തല കുനിച്ചത് അവിടെ തല ഉയർത്തി മാനിക്കുന്നൊരപ്പനുണ്ട്. അവനും നീ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ മനുഷ്യനെ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ 2026 തീരുന്നതിന് മുമ്പ് നീ കരഞ്ഞ വിഷയത്തിനകത്ത് മറുപടി കാണും. അവൻ ലോകത്തെ ആശ്രയിക്കാതെ, ലോകത്തെ സ്നേഹിക്കാതെ അവൻ നീ യേശുവിനെ സ്നേഹിക്കുമെങ്കിൽ ദൈവം നിന്നെ മാനിക്കും, ദൈവം അനുഗ്രഹിക്കും. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.